സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തെ തുടർന്ന് പാർട്ടികളും മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മൂർധന്യത്തിലേക്ക് നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും പല മുന്നണികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. PDP കുറെ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരുപാധികം പിന്തുണ നൽകുന്ന ഒരു സംഘടനയാണ്. എന്തുകൊണ്ടാണ് തങ്ങൾ അത്തരം ഒരു നിലപാടെടുക്കുന്നത് എന്ന് PDPയുടെ നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ മുഖ്യ കാര്യദർശി അഡ്വക്കേറ്റ് മുട്ടം നാസർ PDP ഉണ്ടായതിൻ്റെ കാര്യകാരണങ്ങളും അതോടൊപ്പം ഇപ്പോൾ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യവും ഹ്രസ്വമായ വാക്കുകളിൽ വ്യക്തമാക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരും സാധാരണക്കാരും മർദ്ദിതരുമായ ന്യൂനപക്ഷങ്ങൾ, അധസ്ഥിതർ, അധകൃത വർഗക്കാർ, ഇവരുടെ എല്ലാം ജനാധിപത്യപരമായ വിമോചനം ലാക്കാക്കിയാണ് PDP എന്ന് പറയുന്ന സംഘടനക്ക് അബ്ദുൽ നാസർ മഅദനി രൂപം നൽകിയത്. അദ്ദേഹത്തെ ആ ഒരൊറ്റ കാരണത്താലാണ് ഇല്ലാത്ത കഥകൾ ചമച്ച് എത്രയോ വർഷങ്ങൾ ജയിലിലടച്ചത്. അതിൽ നിന്നെല്ലാം അദ്ദേഹം കുറ്റവിമുക്തനായി നിരവധി അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും പുറത്തു വരുന്നു എന്നുള്ളത് കഴിഞ്ഞകാല ചരിത്രമാണ്. അത് കഴിഞ്ഞും അദ്ദേഹത്തെ കേരളത്തിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുവദിച്ചില്ല. മറ്റൊരു കഥ കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കൽത്തുറുങ്കിൽ അടക്കാൻ കർണാടകയിലെ സർക്കാർ തയ്യാറായി. അപ്പോൾ നമ്മളൊക്കെ അന്ന് കരുതിയിരുന്നത് കർണാടകയിൽ BJP ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു ഭരണമാറ്റമുണ്ടായാൽ അബ്ദുൽ നാസർ മഅദനിക്ക് നീതി കിട്ടും. ആരും അദ്ദേഹത്തിന് നീതി വെറുതെ കൊടുക്കേണ്ട, അദ്ദേഹത്തിന് അന്യായമായി ഒരു സഹായവും ചെയ്തു കൊടുക്കേണ്ട, ഒരൊറ്റ കാര്യം മാത്രം ഭരണകൂടം ചെയ്താൽ മതി. നിലവിൽ അദ്ദേഹത്തിനെതിരായി കർണാടകയിൽ നടക്കുന്ന കേസ്, അതിൻ്റെ വിചാരണ ത്വരിതപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് അത് വിധി പറയാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുക. അതിന് പോലും കോൺഗ്രസ് സർക്കാർ അവിടെ ഇനിയും തയ്യാറായതായി അറിവില്ല. എങ്ങനെയായിരുന്നോ BJP സർക്കാർ പോയിരുന്നത്, അതേ വഴിയിലൂടെയാണ് കോൺഗ്രസ് സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കപ്പെട്ട ഒരു ശത്രു വേണം. ആ ശത്രുവിനെ മുൻനിർത്തിയുള്ള പ്രചരണമാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും കർണാടകയിൽ നടത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മംഗലാപുരത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു മാനസിക അസ്വസ്ഥമുള്ള ചെറുപ്പക്കാരൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച വെള്ളം ഇദ്ദേഹം കുറച്ച് കുടിച്ചു എന്നുള്ളതാണ് കുറ്റമായി ആരോപിക്കപ്പെട്ടത്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ സവർണ ജാതിയിൽപ്പെടുന്ന കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച വെള്ളം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടി കുടിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അതിക്രൂരമായി അടിച്ചു കൊല്ലുന്നത്. ഏതാണ്ട് അതിന് സമാനമായൊരു സംഭവം. ബുദ്ധിക്ക് വേണ്ടത്ര സ്ഥിരതയില്ലാത്ത ഒരാൾ വെള്ളം കുടിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്.
എന്നിട്ട് അവസാനം ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് കൊണ്ട് ഒരു നിറം അതിന് നൽകി. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഇയാൾ വിളിച്ചു എന്ന് കള്ളക്കഥയുണ്ടാക്കി അഷ്റഫിനെ കൊന്നത് ന്യായീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പോലീസ് ചാർജ് ചെയ്ത കേസ് ദുർബലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം കിട്ടി. ഇതിൽ മംഗലാപുരത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ക്ഷുഭിതരായി. അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാര് ഒരു വലിയ ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കാൻ തീരുമാനിച്ചത് വലിയ വാർത്തയായി വന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. പണ്ടുകാലത്തൊക്കെയും വർഗീയമായിട്ടുള്ള ചേരിതിരിവും കലാപവും ഉത്തരേന്ത്യയിൽ നിർലോഭം നടന്നിരുന്നു. അന്ന് പക്ഷേ ഇതൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമല്ലായിരുന്നു അന്ന്. പത്രങ്ങൾ ഇന്ന് BJP-യെയാണ് പിന്തുണക്കുന്നതെങ്കിൽ അന്ന് കോൺഗ്രസിനെയായിരുന്നു പിന്തുണച്ചിരുന്നത്. അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിറം പിടിപ്പിച്ച വാർത്തകളായി ആരും കൊടുത്തില്ല, എല്ലാം അവഗണിക്കപ്പെട്ടു. പക്ഷെ അത് നമ്മളോട് പറഞ്ഞത് മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബും ഒക്കെയാണ്. ബഗൽപൂരിലും താണയിലും ഭീവണ്ടിയിലുമൊക്കെ നടന്ന നരമേധങ്ങളെക്കുറിച്ച് കേരളീയരോടും രാജ്യത്തോടും പറഞ്ഞ രണ്ട് നേതാക്കന്മാർ, ഒന്ന് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ഒന്ന് ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബുമായിരുന്നു. ഇന്ന് പക്ഷേ ഒരു നേതാവും അത് പറയുന്നില്ല. പക്ഷേ നമ്മളതെല്ലാം അറിയുന്നു. എങ്ങനെ അറിയുന്നു? സോഷ്യൽ മീഡിയകളിലൂടെ അറിയുന്നു.